സംബന്ധിച്ച് അപ്പുറത്തുള്ള ഖാസിമി എന്താ പറയുന്നതെന്ന് കേട്ടോളൂ. നിരീശ്വരവാദികൾക്ക് അഭയം കൊടുക്കാൻ ഒരു മുസൽമാന് സാധ്യമേ അല്ല. എന്തുകൊണ്ടാ മസ്ജിദുൽ ദിറാറിൽ കയറണ്ടാണ് പറഞ്ഞത്? ബഹുമാനപ്പെട്ട മഹാനായ അബൂബക്കർ മുസ്ലിയാർ റഹിമഹുല്ലാഹ് അവരുടെ നാട്ടിൽ ഒരു പള്ളിക്ക് കുത്തി നടച്ചു. ആ നാട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞാൽ കുത്തി പറിച്ചെറിയണം. അത് മസ്ജിദുൽ ദിറാറാണ്. അത് മസ്ജിദുൽ ദിറാറാണ്. ആരെ പറ്റിയാ? നിങ്ങളുടെ പള്ളിക്ക് കുറ്റിയടിച്ചപ്പോ ഒരു പണ്ഡിതൻ പറഞ്ഞു അത് നീക്കണം, അത് മസ്ജിദുൽ ദിറാറാണ്. ഏതാ മസ്ജിദുൽ ദിറാറ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദീനത്തെ പള്ളിക്ക് സമാന്തരമായി മുനാഫിക്കുകൾ ഉണ്ടാക്കിയ സമാന്തര ബിൽഡിംഗ്, ആ സ്ഥാനാണ് അതിനെ നാ പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ സംഘടനാപരമായ തർക്കമുള്ളൂല്ലേ? ആരാ പ്രസിഡന്റ് സെക്രട്ടറി എന്നുള്ള തർക്കമുള്ളൂല്ലേ? പള്ളി തന്നെ ഒന്ന് പള്ളിയാണ്, മറ്റേത് പള്ളിയല്ല. ഒന്ന് പള്ളിയാണ്, മറ്റൊരു പള്ളിയല്ല. ഒന്ന് മുസ്ലിമീങ്ങളുടെ പള്ളിയാണ്, മറ്റൊന്ന് മുനാഫിക്കിന്റെ മസ്ജിദുൽ ദിറാറാണ് നാപ്പ പറഞ്ഞത്. ഇനി അടുത്ത ആള് പറയട്ടെ നിങ്ങളെ പള്ളിനെ പറ്റി. പള്ളി കാന്തപുരം ഉണ്ടാക്കിയതല്ല. ഉള്ളാളെ ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് പള്ളിയുണ്ട്. കാന്തപുരത്തിന്റെ ഉമ്മാന്റെ നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് ഇവിടെ പള്ളിയുണ്ട്. ഏതാ പള്ളി? അവൽ മസ്ജിദുൻ ഖുസിസ അല തഖ്വ അല്ലേ? പിന്നെ വേറെ ചില പള്ളിയുണ്ട്, നിങ്ങൾ ഉണ്ടാക്കിയ പള്ളി. അതല്ലല്ലോ, വേറെ പള്ളി. അതിനെ ഒരു മ്യൂസിയം ആയിട്ട് കണ്ടാൽ മതി. സലാത്ത് നഗറിൽ പോയപ്പോൾ ഞാൻ അവിടെ കണ്ടുകൊണ്ടിരുന്നാണ്. അതിന്റെ പേര് വൈറ്റ് ഹൗസ് എന്നാണ് അവിടെയാണ്. ഒരു ഗ്രാൻഡ് ഹൗസ് അല്ലേ? പള്ളി മ്യൂസിയം, പള്ളിയല്ല. നിങ്ങളെ പള്ളിയല്ല, മ്യൂസിയമാണ്. സംഘടനാപരാണല്ലേ? അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമല്ല. നിങ്ങൾ സംഘടനാപരമായ തർക്കം മാത്രമേ ഉള്ളൂ. ഇനി കേട്ടോളൂ, നിങ്ങൾ തമ്മിലുള്ള